സാധാരണഗതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ല. അത് പൂർണ്ണമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 2007 NEP-യിൽ അതിൽ പേജ് 22-23 പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് SCERTക്ക് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോരെ? ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് കുറച്ച് ഉണ്ടല്ലേ? അതായത് കേന്ദ്ര NEP-യുടെ ഭാഗമാണല്ലോ ഈ PM ശ്രീ പദ്ധതി. സ്വാഭാവികമായിട്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു, ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേ ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കേണ്ട, ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റാണി ജോർജ് IAS നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാന തലത്തിലുള്ളൊരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലൊരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി തന്നെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത്. അതിപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ല, അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു മുന്നണിയാകുമ്പോൾ ഇപ്പം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടിരിക്കുന്നു. ഞാൻ സംസ്ഥാനങ്ങളുടെ സമയക്കുറവിലും പേരെടുത്ത് വായിക്കുന്നത് എൻ്റെ ഉണ്ട്. കോൺഗ്രസ് പോലെ അല്ല CPM-ഉം CPI-യും കോൺഗ്രസിനെ പോലെ അല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം നടത്തേണ്ടത് കോൺഗ്രസ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും അവരോടാണ് നടത്തേണ്ടത്. അവിടെയെല്ലാം അവർ ഒപ്പിട്ടിരിക്കുന്നു. അല്ലാതെ LDF-ൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ല, ഞങ്ങൾക്ക് പുറകോട്ട് പോയിട്ടില്ലല്ലോ. കോടതിയിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേരളത്തിന് കിട്ടേണ്ട ടോട്ടൽ കാശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കേസ് കേരള ഗവൺമെൻറ് കൊടുത്തത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായിട്ടില്ല. PMCയിൽ മാത്രം നിങ്ങൾ തൂങ്ങിക്കേണ്ട. ഫണ്ട് വാങ്ങിയിട്ടില്ല തമിഴ്നാട് ഫണ്ട് വാങ്ങി 4 പറഞ്ഞ് തമിഴ്നാട് പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റായ ഒരു ധാരണയാണ്. കിട്ടിയിട്ടില്ലെന്ന് മണിയണ്ട.
അതെ, കോടതിയെ സമീപിക്കാൻ നിന്ന് ഞാൻ കോടതിയിൽ കേസ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട കാശ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾ പറഞ്ഞല്ലോ, തമിഴ്നാട് കോടതിയിൽ പോയത് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളിലെ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കേരളത്തിന് നമുക്കിതും ബാധകമല്ല. അപ്പോൾ PMCയുടെ പ്രശ്നത്തിന് കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ ഒരു കേസിന് പോകാതെ, ഒരു സംസ്ഥാനം കോടതിയിൽ ഒരു വിഷയത്തിന് പോകാതെ പൈസ വാങ്ങിയെന്നടക്കം പറയുന്നത് അത്ര ശരിയാണോ എന്നുള്ളവരും സ്വയം തന്നെ പരിശോധിച്ച് നോക്കുക പറഞ്ഞവർ. നമ്മൾ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ? തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? ഒരു കുഴപ്പമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഞാൻ NEP പറയുന്ന കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ. പരിപൂർണമാണെന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കും എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഏതാ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല.